പാകിസ്ഥാനെ ചാമ്പ്യ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈൽ ഈ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളുടെ അടുത്ത് വരെ ഇത് പോയി എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സൈന്യം അത് സ്ഥിരീകരിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കത് പറയാനും കഴിയില്ല. പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷങ്ങൾക്ക് ശേഷം ബ്രഹ്മോസ് മിസൈലിന് വലിയ ഡിമാൻഡാണ്. 18 രാജ്യങ്ങളാണ് ബ്രഹ്മോസ് മിസൈൽ തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിൽ താൽപര്യം പ്രകടിപ്പിച്ച് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നതായാണ് റിപ്പോർട്ട്. ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, തായ്ലൻഡ്, ബ്രസീൽ, സിംഗപ്പൂർ, ബ്രൂണൈ, ബ്രസീൽ, ചിലി, അർജന്റീന, വെനിസ്വേല, ഈജിപ്റ്റ്, സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ദക്ഷിണാഫ്രിക്ക, ബൾഗേറിയ തുടങ്ങി 18 രാജ്യങ്ങൾ ഇതിനോടകം ബ്രഹ്മോസിനായി രംഗത്ത് വന്നിട്ടുണ്ട്. ഫിലിപ്പീൻസ് നേരത്തെ തന്നെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചപ്പോൾ തന്നെ ഫിലിപ്പീൻസ് ഇത് സ്വന്തമാക്കിയെന്നാണ് പറയുന്നത്. നിലവിൽ ഫിലിപ്പീൻസ് ആണ് ബ്രഹ്മോസിന്റെ ഉപഭോക്താക്കൾ. 2022 $375 മില്യൺ കരാറാണ് ഇന്ത്യയുമായി ഫിലിപ്പീനിയൻസ് ഒപ്പുവെച്ചത്. തുടർന്ന് 2004 ഏപ്രിൽ ആദ്യഘട്ടം മിസൈലുകൾ കൈമാറിയിരുന്നു ഇന്ത്യയുടെ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഫിലിപ്പീൻസ് മറൈൻ കോർപ്പസിന്, അതായത് ഫിലിപ്പീൻസ് നാവികസേന ഈ മിസൈലുകൾ ഇവർക്ക് അയച്ചത്. ഇന്ത്യയുടെ വജ്രായുധങ്ങളിൽ ഒന്നാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെയും റഷ്യയുടെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. അതായത് 18 രാജ്യങ്ങളാണ് മാഷേ. അപ്പോൾ ഫിലിപ്പീൻസിന് $374 മില്യൺ ഇന്ത്യയിൽ നിന്ന് ഇത് സ്വന്തമാക്കിയത്. ഇപ്പോൾ ഈ 18 രാജ്യങ്ങൾ കൂടി ബ്രഹ്മോസ് മിസൈൽ ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളരെ വലിയ രീതിയിൽ കുതിക്കും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല, അല്ലെ? ഇന്ത്യ ആയുധ കച്ചവടത്തിന്റെ മേഖലയിലേക്ക് കടക്കുന്നു എന്നത് കൂടിയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്ന ഒരു കച്ചവടം എന്ന് പറയുന്നത് ആയുധ കച്ചവടമാണ്. അമേരിക്കയുടെയൊക്കെ നിലനിൽപ്പ് തന്നെ ഈ ആയുധ കച്ചവടത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അമേരിക്ക പല സ്ഥലത്തും രാഷ്ട്രങ്ങളെ തമ്മിൽ തല്ലുപിടിപ്പിച്ച് യുദ്ധമുണ്ടാക്കി അതിലൂടെ ആയുധങ്ങൾ വിറ്റഴിച്ച് കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കുന്നു എന്ന് പറയുന്ന ആരോപണത്തിന് വിധേയമായി. ലോകത്തിൻ്റെ പോലീസുകാരനാണ് അമേരിക്ക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ പോലീസുകാരൻ്റെ ജോലി എന്ന് പറയുന്നത് രാഷ്ട്രങ്ങളെ തമ്മിൽ തല്ലുപിടിപ്പിക്കലാണ്. അങ്ങനെ തല്ലുപിടിപ്പിച്ച 2 രാഷ്ട്രത്തിനും എന്ത് ചെയ്യും? ആയുധം വിൽക്കും. അങ്ങനത്തെ പണിയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നിരുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഒരുപാട് പരാധീനകൾ യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ നമുക്കുണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ടുള്ള പരിമിതി വളരെ കൂടുതലായിരുന്നു. അപ്പോൾ പണ്ട് മുതൽ തന്നെ സോവിയറ്റ് റഷ്യ ആയിരുന്ന സമയത്ത് തന്നെ വളരെയധികം സഹായങ്ങൾ ഈ മേഖലയിൽ ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ബ്രഹ്മോസിൻ്റെ വികസനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം റഷ്യയുടെ സാങ്കേതിക ശക്തിയെ തദ്ദേശീയമായിട്ട് നമ്മൾ വളർത്തി വികസിപ്പിച്ചെടുത്തപ്പോഴാണ് നമ്മൾ ബ്രഹ്മോസ് എന്ന് പറയുന്ന ഈ ആയുധം നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇതിന് വളരെയധികം ആവശ്യക്കാരുണ്ടാകുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂയിസ് മിസൈലുകൾ ലഭ്യമാകുന്ന വിലയേക്കാൾ താഴ്ന്ന വിലയിൽ ഇന്ത്യക്കാർക്ക് ഈ മിസൈൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ മിസൈൽ മറ്റ് രാഷ്ട്രങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ അവർ വളരെ സൂക്ഷിച്ച് നോക്കിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ പണം കുറവ് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ആയുധങ്ങൾ വാങ്ങി ഒരു രാഷ്ട്രവും കൂട്ടിവെക്കില്ല. ആ ആയുധങ്ങൾക്ക് കൃത്യത ഉണ്ടായിരിക്കണം, അത് വളരെ ഷാർപ്പായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയണം. ഈ ഷാർപ്പ്നെസ്സാണ് ഈ യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടത്. കാരണം സ്വയം സഞ്ചരിക്കുന്ന എന്നുവെച്ചാൽ ആ ഒരു പരസഹായമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അതിൻ്റെ സഹായമില്ലാതെ സ്വയം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനമാണ് ഈ ക്രൂയിസ് മിസൈൽ എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 200-290 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ടുള്ള ശേഷി അതിനുണ്ട്. അത് മതി പാകിസ്ഥാൻ, നമ്മളിപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയാവും. അത് കുറേ ദൂരങ്ങളിലേക്കാണ്. ഇപ്പോൾ പാകിസ്ഥാൻ കറാച്ചിയിൽ നിന്ന് നമുക്ക് കൊച്ചിയിലേക്ക് ഉള്ള ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് 1900 കിലോമീറ്റർ വരും. നമ്മുടെ വിഴിഞ്ഞത്തേക്കാണെന്ന് വെച്ചാൽ 2000 കിലോമീറ്ററിന് അപ്പുറത്താണ്. ബ്രഹ്മോസ് പോലെയുള്ള മിസൈൽ കറാച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചിട്ട് കാര്യമില്ല, കാരണം എത്തില്ല. അപ്പോൾ അതിന് ആണ് ഭൂഖണ്ഡാന്തര മിസൈലുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും റേഞ്ച് നോക്കിയിട്ട് ഇത്ര ദൂരത്തേക്ക് അത് പോകും എന്ന് കണ്ടെത്തി
അതയച്ചാണ് പലപ്പോഴും വലിയ വലിയ യുദ്ധങ്ങളിൽ ഈ വൻ മിസൈലുകൾ ഉപയോഗിക്കപ്പെടുന്നത്. ഇന്ത്യ ഈ തദ്ദേശീയമായിട്ട് രൂപപ്പെടുത്തിയ ബ്രഹ്മോസ് മിസൈലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ റേഞ്ചിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ യുദ്ധകാലത്ത് വന്ന ചർച്ചയിൽ പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് അടുത്തെത്താനും ആണവ കേന്ദ്രങ്ങൾ ഉറപ്പിക്കാനും കഴിഞ്ഞു. ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറയുന്ന വാർത്ത വെറുതെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ആണവ കേന്ദ്രം ഒക്കെ തകർത്തു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാണ്. ഒന്ന്, ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടാൽ അവിടെ നിന്ന് വരുന്ന വികിരണങ്ങൾ റേഡിയേഷൻസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ റേഡിയോ ആക്ടിവിറ്റി റേസ് അവിടെ നിന്ന് പരന്ന് അത് എന്ത് ചെയ്യും, ആ പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തെ അപകടത്തിലാക്കും. നമുക്ക് 2 ഉദാഹരണങ്ങളുള്ളത് നാഗസാക്കിയും ഹിരോഷിമയുമാണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബുകൾ വീണ സമയത്ത് സംഭവിച്ചത്, അപ്പോൾ നിരവധി ആളുകൾ കത്തി തീർന്നു പോയെങ്കിലും ബാക്കി അതിൻ്റെ ദുരന്തം കുറേ കാലങ്ങളോളം ഇങ്ങനെ തുടർന്നു പോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു കയറിയ റേഡിയേഷൻസ് അവരുടെ ശരീരത്തേക്ക് ജീർണിപ്പിച്ച് കളയുകയും നിത്യ രോഗികളാക്കി മനുഷ്യരെ മാറ്റി തീർക്കുകയും മാരകമായി അതിൻ്റെ വേദനകൾ തുടരുകയും ചെയ്യുന്ന പരിഹാരമില്ല. റേഡിയേഷൻസ് ഏറ്റുകഴിഞ്ഞാൽ അതിന് പരിഹാരമില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് പരിഹാരമായിട്ടാണ് റേഡിയേഷൻസ് നടത്തുന്നത്. റേഡിയോ ആക്ടിവിറ്റി ഉള്ള പദാർത്ഥങ്ങൾ വെച്ചിട്ട് അവിടെ നിന്ന് വരുന്ന റേഡിയേഷൻ വെച്ച് കരിച്ചു കളയാണ് ചെയ്യുന്നത്. ഇത് ശരീരത്തിൻ്റെ കലകളെ അല്ലെങ്കിൽ സെല്ലുകളെ ഒക്കെ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ പലയിടങ്ങളിലും നശിപ്പിക്കുകയും ശരീരത്തിനകത്ത് ജീർണമേഖലകൾ രൂപപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന ഏറ്റവും വലിയ അപകടത്തിലേക്കും ദുരന്തത്തിലേക്ക് വഴി തുറക്കുന്ന ഒന്നാണ് ഈ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിൽ ഇത്തരം മിസൈലുകൾ ചെന്ന് പതിച്ച് ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന് പറയുന്നത്. അത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ പാകിസ്ഥാന് സംഭവിച്ചിട്ടില്ല. മറ്റതൊക്കെ വാർത്തകൾ മാത്രമാണ്. എന്തായാലും ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്ന ആളില്ലാതെ സഞ്ചരിക്കുന്ന ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന ഈ മിസൈലുകളുടെ ഡിമാൻഡ് മാർക്കറ്റിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് വലിയ തരത്തിലുള്ള ഒരു ആയുധ കച്ചവട സാധ്യത അതുവഴി തുറന്നു ലഭിച്ചിരിക്കുന്നു. ശരി മാഷേ.